പാവം ചേട്ടാ നിവിൻ പോളി പാവം എല്ലാവരും കൂടെ ചേർന്നാൽ മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കും. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. എന്റർടൈൻമെന്റ് ഈ പടം മൊത്തം കിടന്ന് ഉറങ്ങിയവരല്ല. പിന്നെ ചില ഭാഗങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രതീക്ഷിച്ചത്ര. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിരിക്കുമ്പോൾ നമ്മൾ എൻ്റർടൈൻഡ് ആവണം, കൊടുക്കുന്ന കാശിനൊരു മൂല്യം വേണം. അത് എനിക്ക് വെർത്തായിട്ട് തോന്നി. കഥയൊക്കെ സൂപ്പർ, കാണേണ്ടത്. കഥ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൊള്ളത്തില്ല ജോലിക്ക് പോകാൻ പാവം ചേട്ടാ നിവിൻ പോളി പാവം എല്ലാവരും കൂടെ ചേർന്നാൽ മനുഷ്യനെ ഇങ്ങനെ പറ്റിക്കും. ഭായ്ജാൻ സൂപ്പർ, ഏക് നമ്പർ മൂവി, ഏക് നമ്പർ ജബർദസ്ത്. വളരെ മോശമായിരുന്നു. മെസ്സേജ് ഉണ്ട്, പക്ഷേ സ്റ്റോറി ഇച്ചിരി ഒരു ടുഗെദർ വന്നില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും. കുഴപ്പമില്ല. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ച് മൂവി. നീവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ഭാഗങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടെ പ്രശ്നമായിരിക്കും, ബാക്കിയുള്ളവരുടെ കാര്യം അവർ തീരുമാനിക്കുന്നത്. എന്തോന്ന് പറയാ, ഞാൻ ആക്ച്വലി എന്താണ് ഇന്നലത്തെ സിനിമ കാണാൻ വന്നപ്പോൾ തന്നെ ഷാരിഖ് മുഹമ്മദിൻ്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രൊപ്പഗാൻഡ ആണെന്നുള്ളൊരു ആദ്യം തന്നെ എനിക്ക് അറിയാമായിരുന്നു. മീൻസ് കാണുമ്പോൾ തന്നെ മുമ്പുള്ള ഇതിപ്പം ജനഗണമനയായിരുന്നാലും അറിയാമല്ലോ. ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആ ഒരു പ്രൊപ്പഗാൻഡ രീതിയിലും കുറച്ച് ക്രിഞ്ചൊക്കെ ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് പിക്കായിട്ട് വന്ന് പിന്നെ രീതിൻ്റെ എന്തോന്നാണ് ഗൂസ്ബം പഠിച്ച് കയറ്റാൻ നോക്കിയതൊക്കെ ക്രിഞ്ച് ഫസ്റ്റ് ആയിരുന്നു. വലിയൊരു വൗ ഫാക്ടർ ഒന്നും ഇല്ല പടത്തിൽ. മൂവീസ് ലൈക്ക് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബാക്കി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വൺ ടൈം വാച്ച്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് റിലീജിയസ് ഇത് കോൺഫ്ലിക്ട്സ് നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വയ്ക്കാൻ ഭയങ്കര റെലവൻസ് ഉണ്ട് ആ മൂവിക്ക്. പടം പോരാ. എന്റർടൈൻമെന്റ് ഈ പടം മൊത്തം കിടന്ന് ഉറങ്ങിയവരല്ല. പ്രതീക്ഷ അത്രയില്ല പടത്തിലൊന്നുമില്ല. നോർമൽ പടം. നിവിൻ പോളി ധ്യാനും അഭിനയ വയസ്സ് പെർഫോമൻസ് വൈസും അത്ര പോരാ. മൊത്തത്തിൽ ഓക്കെ അല്ല. നല്ല മൂവി, കാണേണ്ടതന്നെ. നല്ല മൂവി. നല്ല പടം. അടിപൊളി. ഭയങ്കര കോമഡി ആയിരുന്നു. കഥയൊക്കെ സൂപ്പർ, കാണേണ്ടത്. കഥ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല സിനിമയാണ്. ഇഷ്ടമായില്ല. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രതീക്ഷിച്ചത്ര നന്നായില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് അത്ര നന്നായിരുന്നില്ല, പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും കൊള്ളാം. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. കുഴപ്പമില്ല എന്നുള്ള ഓക്കെയാണ്. ഇൻ്റർവ്യൂവിന് ശേഷം മാത്രം കുറച്ച് ഓക്കെയാണ്, അല്ലാതെ വലിയ ബെറ്റർ ഒന്നും അല്ല. ഇപ്പം അന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ എന്നുള്ളൂ. കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അത്ര ബോറൊന്നുമല്ല, കുഴപ്പമില്ലാത്തൊരു മൂവി. ഒരു ആവറേജ് വെഞ്ചർ അത്രേ പറയാൻ പറ്റത്തുള്ളൂ പടത്തിനെ പറ്റി. എടുത്തു പറയത്തക്കെന്ന് വെച്ചാൽ അതിൻ്റേതായ മൊമെൻറ്റ്സ് ഉണ്ട്. ചില പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഡിജോ ജോസിൻ്റെ കഴിഞ്ഞ മൂവി വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു ലെവലിൽ എത്തിയിട്ടില്ല. പടം എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഫീൽ ഗുഡ്, അതായത് ഒരു പൊളിറ്റിക്കൽ സാറ്റയറും എന്ന് വേണമെങ്കിൽ പറയാം. അതേസമയം ഒരു സോഷ്യൽ മെസ്സേജും ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. കുറച്ച് പഴയ മുമ്പ് വന്നിരിക്കുന്ന ചില സിനിമകളൊക്കെ ആയിട്ട് ഇതുണ്ട്. സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല, അതൊരു ചിലപ്പോൾ സസ്പെൻസ് പോലെ അത് ബ്രേക്ക് ആവണ്ട. ബട്ട് എനിവേ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാം. ഫാമിലി ആയിട്ടാണ് ഞാൻ വന്നത്, ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിരിക്കുമ്പോൾ നമ്മൾ എൻ്റർടൈൻഡ് ആവണം, കൊടുക്കുന്ന കാശിനൊരു മൂല്യം വേണം. അത് എനിക്ക് വെർത്തായിട്ട് തോന്നി. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് വെറുതായിട്ട് തോന്നി. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഫാമിലിയും എൻജോയ് ചെയ്തു. ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ ഒരു കാലത്തിന് ആവശ്യപ്പെട്ട ഒരു മെസ്സേജാണ്. അതായത് നമുക്ക് ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവാണ് അത് കാണിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല, നല്ലൊരു അറ്റംപ്റ്റാണ് തീർച്ചയായിട്ടും. ജനഗണമന പോലത്തെ ഫയറി ഡയലോഗ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട, ബട്ട് സ്റ്റിൽ കണ്ടിരിക്കാവുന്ന ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പടം.